ഇറങ്ങിക്കേ. ഇറങ്ങ മാഷേ. ആ പോവാം. നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? പോയി ചോദിക്കും. വായി നോക്കിയുള്ള കൊണ്ട് വഴി അടക്കാൻ വയ്യ. ആ രമ ഇന്ന് വൈകിയോ? ഇല്ലല്ലോ. ഗോപു, പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തവണെങ്കിലും 10ാം ക്ലാസ് കിടക്കുവോ? മുരളിയേട്ടന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ, എന്തായാലും ഇവൻ മുരളിയേട്ടനെക്കാളും ഭേദമാ. അതെന്താ? 10ാം ക്ലാസ് 6 തവണ എഴുതിയ ആളല്ലേ. ഇവൻ 5 ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ? രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. മോളകത്ത് പോയിരുന്ന പോലെ പഠിക്കും. പട്ടിയുണ്ടോ? ശങ്കരൻ നായരുണ്ടോ? ഇതിലാരെയാ ഇപ്പൊ വേണ്ടത്? ആ ആ കുഞ്ഞമ്മന്നാണോ? വാ അത്തോട്ടിരിക്കാം. 3 നേരത്തെ അകത്തേക്ക് കയറുന്നില്ല. ആ എന്നാ പിന്നെ അവിടെ. ആ പിന്നെ ആ മോളല്ലേ? ആ മോള് തന്നെ, വരുവോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ. ആ കുടിക്കാൻ എന്താ? ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ. പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും. ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. ആ ഹാജിയാരുടെ തടിക്കമ്പനിയില്ല ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. ആ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു. ഫോറിനാ. നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് മുതലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടോ അധികം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും. കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ. പക്ഷെ മോൻ സമ്മതിക്കില്ല. അതെന്താ? നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ചാ ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേജരാ. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആലോചിക്കാനൊന്നുമില്ല, പിള്ളേര് സമ്മതിക്കില്ല. ഇവിടെ തന്നെ. ആ എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം അവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചേർന്നാൽ എന്താ മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും.
ബസ് ചാർജ് ഓക്കെ. ഓട്ടോറിക്ഷ അയ്യോ 10 രൂപ. അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ. എവിടെ പോയി അറിയണ്ടേ? അയ്യോ ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇതേന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണേട്ടാ ഓ എടി, എന്നാലാ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്കറിഞ്ഞൂടാ? ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ, നടക്കാൻ അങ്ങോട്ട് നടക്കാൻ. ദാ ഇത് കണ്ടോ, കുറെ നാളായി ഇവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു ബീഡിയുടെ നാറ്റം. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നത്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വെടി വലിച്ചു നോക്കുന്നത്. ആ, കാളെ ഉണ്ണി മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിപീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്ന് പഠിക്കും. എടാ പോടാ. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വയ്ക്കാൻ. ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ അത് ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളായിപ്പോ. അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്നോ? എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ, എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ആ, ഒരു വണ്ടി സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചതെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. ഹേ, അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. ആ, നിന്റെ അഭിനയത്തെ പറ്റി ആ ആ ആ തരക്കേടില്ലാത്ത പുറഭിപ്രായമുണ്ട്. ആ, അത് ഞാനും കേട്ടു. നീ പോടത്തുണ്ടി. ആ, ആ. വാ. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കുക, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. എന്തൊരു ശല്യം ഇത്, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കളയ പറയും. ഇതാമേ, വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്ക് കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുമരിന്റെ മേലെ വരും. ഓടാ പോയി കുളിക്കടാ. ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും അത് ഇതുവരെ വിട്ടില്ലേ? കഷ്ടം. ഞാൻ തരാം 3 രൂപ. അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയിന്നൊന്ന് അറിയണ്ടേ? എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വെറും ഒരു പിശുക്കനാണ്. അല്ല, ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും പൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുചെലവിന് വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? കുറവൊന്നുമില്ല. ആ, പിന്നെ ഉണ്ടാണ്ടിരി. പക്ഷേ
എന്തോന്ന് പച്ചേ പറ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. എടീ, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവർ പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആദ്യം എൻ്റെ പ്രമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല. പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്തുവരയ്ക്കും. എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ? ദേവേന്ദ്രനായിരിക്കും. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ഈ ഉണ്ണിയേട്ടനെ കൊണ്ട് തോറ്റു. എടീ, ആ 3 രൂപ ഞാൻ ഹെഡ് ഓഫീസിലെ പ്യൂണിന് ചായ കുടിക്കാൻ കൊടുത്തതാ. ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു. ഭാനു അല്ലേ? അവക്കിപ്പോ കൊച്ചുങ്ങൾ 2 ഞാൻ കണ്ടിരുന്നു. മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ധാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നു പോയോ? ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ല അല്ലേ? മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ? എന്തിനാ? അല്ല, ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങട്ടെ. ഉദ്ദേശം? അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താൽ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ്, ഇതൊക്കെ തന്നെ നീയും ചെയ്താൽ മതി. അഭിനയം എന്ന് പറയണത് അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു സിനിമ എടുക്ക്, എന്നെ നായകനാക്കിയിട്ട്. അയ്യേ, അങ്ങനെ തൊലയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മോ, മുങ്ങിയ ഇത് ഇവിടെ നെല്ലാണോ? അല്ല, വാങ്ങിയതാ. അമ്മേ, മുരളി എവിടെ? ചേട്ടന് ഊണ് കഴിഞ്ഞിറങ്ങിയതാ. പെരപണിയുന്നിടത്തുണ്ടാവും. ആ